ഒരു ചെറിയ പനി വന്നാലോ ഒരു ജലദോഷം വന്നാലോ ഒരു തുമ്മൽ വന്നാലോ ഓടിപ്പോയി ആന്റിബയോട്ടിക് എടുക്കുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആന്റിബയോട്ടിക് എടുത്തില്ലെങ്കിൽ ഒരു തൃപ്തിക്കുറവാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഈ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന വൈറസുകൾക്കെതിരായി ആന്റിബയോട്ടിക്കുകളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സൈലന്റ് കില്ലർ ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നിയർ ഫ്യൂച്ചറിൽ ഒരു പാൻഡമിക്കായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. എന്ന് വെച്ചാൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 2050 ആവുമ്പോഴേക്കും ക്യാൻസർ മരണത്തെക്കാളും റോഡ് ട്രാഫിക് ആക്സിഡന്റ് മരണത്തെക്കാളും കൂടുതലായിരിക്കും ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കാരണമുള്ള മരണനിരക്ക്. അതായത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനെതിരായി ഡോക്ടർ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്താലും രോഗിയുടെ ശരീരം അത് പ്രതികരിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഇനി ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഓവർ ദി കൗണ്ടർ ആന്റിബയോട്ടിക്കുകൾ വാങ്ങാനോ ഉപയോഗിക്കാനോ പാടില്ല. ഇനി ഒരു ഡോക്ടർ ആന്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്താൽ അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് ഒരു പരിധിവരെ നമുക്ക് പ്രതിരോധിക്കാം.